ഒരു ശരാശരി മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കണ്ടു കൂടാണ്ടേറ്റതായിട്ടുള്ള പല സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഇതും കൂടെ എന്റെ കൂടെ കണ്ടോ. അരക്കിലോ ചവച്ച് ചിഞ്ചിലൻ ചാടിച്ച ചൂയിങ്കം മൊത്തം പറക്കൊണ്ടുന്ന ഒരു പാത്രത്തിട്ട് കഴിവേണം. അത് ഏതൊക്കെ വായത്താളുള്ളവന്മാര് ചവച്ചൂപ്പിയെ അവൾ കാണാമെന്തോ. സമാധാനമായിട്ടൊരു ചൂയിങ്കം ചവയ്ക്കാൻ ഇവന്മാര് സമ്മതിക്കൂല. പൊട്ടാസ്യം പെർ മാഗ്നറ്റ് വെച്ച് പല്ലേക്കണ പരീക്ഷണം നീ കാണിക്ക്. എന്തിനിത്? ഇതെങ്ങാനും വല്ല നോർത്ത് ഇന്ത്യൻസും കണ്ട അവന്മാർ ഇതിന്റെ കുന്നംകുളം വർഷം ഇറക്കും, ഉറപ്പാണ്. ഞാൻ നിങ്ങളെ വാൺ ചെയ്യുകയാണ്. ചൂയിങ്കം ചവച്ചിട്ട് ചന്തയിലെ ചുമരിലും ചെരുപ്പിന്റെ അടിയിലൊന്നും ആരും ഒട്ടിച്ചു വെക്കരുത്. ചുരുണ്ട് ഇളക്കി ചമയം ചായലിച്ച് നമുക്ക് ഇത് വീണ്ടും റീഇൻകാർണേറ്റ് ചെയ്ത് ഉമാർ വിൽക്കും. അവ അളന്നെടുക്കണം. നമുക്ക് റിക്ടർ സ്കെയിലിൽ ഭൂകമ്പം പോലും ഇത്ര കൃത്യമായിട്ട് അളക്കൂല. ആദ്യം ഞാൻ വിചാരിച്ചു കൊതുവിനെ കൊല്ല എന്തോ പ്രത്യേക മരുന്നുണ്ടാക്കണമെന്ന്. ഇനി ഞാൻ ചന്തയിൽ നിന്ന് ചിലന്തി വിഷം വീണ ചീര വാങ്ങി ചവച്ചാലും ചൂവിങ്ങ തിന്നൂല. നരകത്തിൽ നിന്റെ പേരിൽ ഒരു ബിസിനസ് ക്ലാസ് സീറ്റ് അവിടെ ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഇത് കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ വായിലിട്ട് ചവച്ചോണ്ടിരുന്ന ഒരു ബൂമർ തുപ്പിക്കളഞ്ഞ. അതിപ്പോ വഴിയെ നടന്നുപോയ ഒരുത്തിന്റെ ഷൂ ആയിട്ട് സെഞ്ചീസ് അടിക്കുന്നു. ഇവന്റെ ഈ ബുദ്ധി വെച്ച് ഇവൻ വേണമെങ്കിൽ 1 മിനിറ്റ് വീഡിയോയിൽ ഓട വെള്ളത്തിൽ ഒലക്കയുടെ മൂഡ് എങ്ങനെ ഉണ്ടാക്കുന്ന വേണമെങ്കിലും കാണിച്ചു തരും. ഏത് കലാഷ്നിക്കോ കൊണ്ടുപോയി ഇവനെ കൊല്ലാൻ. ശരിക്കും ഈ വീഡിയോ കണ്ട് ഞാൻ അടിച്ച കൺഫ്യൂഷൻ ലീലാകൃഷ്ണന് ബാലാമണിന് മുന്നിൽ മുണ്ടെടുത്ത് പോണോ മുല്ലപ്പൂ ചൂടി പോണോ എന്ന് പോലും തോന്നിക്കാണൂല. എന്താണ് ഈ ഉണ്ടാക്കണേന്ന് മനസ്സിലായി. ഇതാണ് സോന പപ്പാടെ മുടി. സോൻ പാപ്പിടി അത് തന്നെ. 1000 മുണ്ണകൾക്ക് അരമുണ്ണാന്ന് നിങ്ങൾ കേട്ടില്ല. അതുപോലെ ഓരോ അരമുണ്ണയും ചേർന്നാണ് ഇത് ഉണ്ടാക്കണ. സത്യ അസ്ഥാനത്ത് പലയിടത്തും കയറി ഇവർ ഗ്ലൗസും ഹൈജീനും കാണിക്കുന്നുണ്ട്. എന്നാൽ പല പ്രഥമ പ്രത്യുൽപാദന സ്ഥലത്ത് ഇവന്മാര് വൃത്തിയിട്ട വെളിച്ചപ്പാടിന് ഇറക്കി വിടുന്നുണ്ട്. ഇതിപ്പോ തിന്നിട്ട് സമാധാനമായിട്ട് തലവെച്ച് തറയിൽ കിടന്ന് ഉറങ്ങാമോ? അത് അവസാനം തിന്നിട്ട് തിക്കട വിട്ട് തട്ടുംപുറത്ത് ഉച്ചയും കുത്തി ചാടേണ്ടി വരും. തറയിൽ ഇടുന്നുണ്ട്, തടവുന്നുണ്ട്, താരാട്ടുന്നുണ്ട്, താണ്ഡവം വരെ ആടുന്നുണ്ട് അവന്മാര്. എന്തായാലും ഒന്നുറപ്പാണ്, ഓണ സമയത്ത് വാങ്ങിച്ചില്ലേ ഓളം വെട്ടി കിടക്കും വീട്ടിൽ. വലിയ രീതിയിൽ വായു വിഷാംശവും വേഷവിഷാദവും അതിനകത്ത് നടക്കുന്നുണ്ട്. നോക്ക്, ഈ വയറ് വേട്ടക്കാർ തീർത്ത മായാണ്ടി ലോകത്തിലെ മാതക കൃമികളാണ് നമ്മളെല്ലാം. ഒരിടത്ത് ഓസ്ട്രിച്ച് അതിന്റെ മുട്ട സൂക്ഷിക്കണേക്കാളും സൂക്ഷ്മതയോടാണ് കാര്യങ്ങൾ ചെയ്യണം. എന്നാ മറ്റൊരിടത്ത് മലമുണ്ണ മുതലേക്ക് മുട്ട സർബത്ത് ഉണ്ടാക്കി കൊടുക്കണ പോലെ ഒരു ബന്ധമില്ലാതെ ഇരുന്ന് ചെയ്യണം. നല്ല വായന നാറ വായന ഒരേ സ്ഥലത്ത് പണിയെടുത്താൽ ഇങ്ങനെ ഇരിക്കും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ശരി സഹൃദയം മാങ്ങ മുറിക്കുകയും മാവിന്റെ മോളിൽ കയറിയാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. പയല് പുളിയുറുമ്പിനെ കുടുംബത്തോട് പിടിച്ചൊരു ചമ്മന്തി ഉണ്ടാക്കി. ഈനാമ്പേച്ചി ഉറുമ്പിനൊന്നും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്ത് പേച്ചി? ഇത് സംഭവം ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. വനത്തിനുള്ളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ അത് ഉണ്ടാക്കി തിന്നണമായിട്ട് ഞാൻ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. പല്ലി, പാറ്റ, പഴുതാര, പല്ലി പോയി പുല്ലിനകത്ത് പുള്ളീനെ വരെ തിന്നണം. പിന്നെ എന്തിനാ ഉറുമ്പിനെ തിന്ന എന്ത് കുഴപ്പം? ശരിക്കും പുളിയുറുമ്പിനെ പിടിച്ച് മിക്സിയിൽ അടിച്ച് ഡപ്പിയിൽ അടച്ചു വെച്ചാൽ റസ്നാപ്പൊടിയാണെന്ന് വിചാരിക്കുള്ളൂ. ആവശ്യത്തിലധികം ആഹാര സാധനങ്ങൾ ആത്മാവില്ലാതെ അലന്ന് കിടന്നാലും നമുക്ക് ഞരമ്പും നെഞ്ച് നിക്കർ ഉടുപ്പൂട്ട് ജീവികളെ കൊന്നു തിന്നാലും ഒരു സുഖം കിട്ടുമല്ലേ? സാക്ഷാൽ പറപ്പെട്ട പ്രമണ രാമൻ പ്രത്യക്ഷപ്പെട്ടാലും അനുഗ്രഹം വേണോ ആമാശം നിറയ്ക്കണമെന്ന് ചോദിച്ചാൽ ആദ്യം അങ്ങേരെ അടുപ്പിന്റെ മോളിരുത്തി അളന്ന് ആഹാരമാക്കി അകത്താക്കിയിട്ടേ ബാക്കി ചിന്തിക്കൂ. ആഹാര കാര്യത്തിൽ ആത്മാവില്ലാത്ത എന്തിനെ അകത്താക്കാന്നുള്ള ഒരു ആലസ്യം ഇപ്പൊ അകത്ത് ഉരുത്തിരിഞ്ഞു പോയി മനുഷ്യരാ. ഇങ്ങനെ പോയ ആകാശത്ത് നിന്ന് 8 രൂപത്തിൽ 6 പൊക്കത്തെ ആൾ ദൈവങ്ങൾ ഇറങ്ങി വന്ന് മനുഷ്യനെ ഇവിടെ നിന്ന് ചാക്കിൽ പിടിച്ചോണ്ട് പോകും. അവിടെ കൊണ്ട് അവിച്ച് ആസിഡി മുക്കി പൊരിച്ച് ഏലിയൻ ഫ്രൈഡ് ഹ്യൂമൻ എന്നും പറഞ്ഞ് അവിടെ കച്ചവടം നടത്തുമാരി. ഏതോ കടത്തിൽ കൺവെർട്ട് ചെയ്തൊരു കടയാക്കി കടലിൽ കള്ളും കുടിച്ച് കറങ്ങിയിടുന്ന ഏതാ കള്ള നീരാളിന്റെ നായ്ക്കറിന പൊടി വിതറി പിടിച്ച് കരയെ കൊണ്ടുവന്ന് കൊന്ന് കുഷ്ഠം പിടിച്ച കൈ കൊണ്ട് കിണ്ടി അളുമ്പി കുടച്ചടിച്ച് കരിച്ചു കൊടുത്ത് കച്ചവടം ചെയ്യണം. മുതുകാടിന്റെ മാജിക് ഷോ കാണുകയാണെങ്കിൽ കുപ്രസിദ്ധ കുൽസിത നാട്ടുകാർ കണ്ണും തള്ളി നോയിക്കൊണ്ടിരിക്കും. ആ കൈവെച്ച് ഇനി കരടിയിലെ കുടുക്ക കുടമ്പുളിയിട്ട് വെക്കാനും കൂടെ ബാക്കിയുള്ളു. ഈ ടെറിബിൾ തെണ്ടിക നടുകടലിൽ നേരെ നീരാളിനെ എടുത്തുകൊണ്ട് പൊരിക്കുകയാണ്. ഇച്ചിരി ആത്മശുദ്ധിയെങ്കിലും വരുത്തിയടെ. അതിനാ വല്ല നിപ്പയും പിടിച്ച നീരാളിയാണോ എന്തോ. നാട്ടുകാരെ തിന്ന് നിലാവളം നേരത്തെ നിലം തൊടാതെ നടക്കും. അവസാനം നാട്ടുകാരെ നാട്ടിക്കാൻ ചൊറഞ്ഞെടുത്ത ഇച്ചിരി ചാറ്റ് മസാലയും കൂടെ എന്റെ മോളിരിക്കട്ടെ. ഒരൽപ്പം ഞവിടിയ നാരങ്ങയല്ലേ. നേരം കെട്ട നേരത്തെ ഇങ്ങേരാന്നൊരു ഓംലേറ്റ് തിന്നാന്നും പറഞ്ഞ് ചെന്ന് കയറി കൊടുത്ത കുടൽ ചുരൻ ചൂടായി ചുമന്ന് ചിതറിത്തെറിക്കും. 2500 മുളവിന് 2.5 മുട്ട, അതാണ് കണക്ക്. ഇതൊരെണ്ണം വാങ്ങിച്ചെന്ന് ഇടുക്കി ഡാമിന്റെ മോളിൽ പോയി തിരിഞ്ഞിരിക്കണം. എന്നിട്ട് 2 ചെമ്പ് കമ്പി എടുത്ത് പൃഷ്ഠത്തിലോട്ട് കൊടുക്കുക. എന്നിട്ട് തണുത്ത കാറ്റടിക്കുമ്പോൾ തലയൊന്ന് തടവി മൂടൊന്ന് കുലുക്കി ചെറുതായിട്ടൊന്ന് മുക്കുക. 350 വോൾട്ട് മുള്ളംകൊല്ലി വേലയത് മുങ്ങിത്താഴുന്ന സ്പീഡിൽ നമുക്ക് കിട്ടും. യവനക്ക മലമുണ്ണൻ. ഈ സാധനം ഉണ്ടാക്കണ ചേട്ടന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട ക്യാമറയ്ക്ക് മുന്നിൽ നാഷണൽ ജോഗ്രാഫിക്കിലെ ജന്തു ജാമ്പക്ക തിന്നുമ്പോൾ പോലും ഇത്രയും ആറ്റിറ്റ്യൂഡ് ഇടൂല. ആ വെകിളി പിടിച്ചോ എന്തോ ചട്ടിയൊക്കെ എറിഞ്ഞു തുടക്കണം. എന്തിനാന്തോ എന്ത് അലങ്കാരം കാണിച്ചാലും അവസാന പ്രോഡക്റ്റ് അരയന്നൊന്നും ആവൂലല്ലോ. അവസാനം ഇത് കഴിച്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഉദരോദയം ഉദരാസ്തമയം ഒറ്റയടിക്ക് നടക്കും. ഒട്ട വീണ വയറുമായി നടക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതിനാൽ ഞാൻ ഇത് കഴിക്കുന്നില്ല. നിങ്ങൾക്ക് വേണോ? വിളംബരം പുറപ്പെടുവിപ്പിച്ച് നാട്ടുകാരെ വിളിച്ചു വരുത്തി വയറിളക്കാനുള്ള പരിപാടിയാണ് ഞാൻ കാണിക്കണം. ആസനം ഒരു അലങ്കാര വസ്തുവല്ല എന്നറിയിച്ചുകൊണ്ട് ഈ മസ്തക മൊണ്ണലിൽ നിന്ന് ഞാൻ വിട പറയട്ടെ.
എടോ ചമ്പക്ചലേ, താനിത് എന്ത് ചൗരിപ്പാണ് ഈ കാണിക്കണ? ഇത് മനുഷ്യര് വായിലിട്ട് ചവയ്ക്കണ സാധനമല്ലേ? ഇത് ഒരെണ്ണം വാങ്ങിച്ചിരുന്ന സദ്ഗുരു സമാധിയായി പോവല്ല. ഈ സ്കില്ലും കൊണ്ടുള്ള ക്രിക്കറ്റും കളിക്കാൻ പോയ വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കാം. രോഗം പരത്തണം ഞവരപ്പോഴും നാണം കെട്ടോടി ഇത് കണ്ട്. ആ ടേബിളിൽ തെറിച്ച് വീണ തുപ്പലിപ്പൊ തുരുമ്പ അതിപ്പോ ഇരുമ്പോലേക്ക് വിൽക്കാം. അതിസാരം ഉണ്ടാക്കുന്ന അഹങ്കാരിയും വൃത്തികെട്ട വ്യവസായിയും ഇയാളാണ്. അയ്യാ, പിന്നെ ഇത് ഇഷ്ടയ കമ്പനി പണിയെടുക്കണ പാർട്ട് ടൈം ആയിട്ട് ഇവിടെ വിളിച്ചിരുന്ന പിന്നെ ഇങ്ങനെയല്ലേ പണിയെടുക്കൂ? നിങ്ങൾ ഹിറ്റ് മേക്കർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നാ കണ്ടു, ഇതാണ് ഷിറ്റ് മേക്കേഴ്സ്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഇവർ ആത്മാർത്ഥയും സ്കില്ലും കണ്ട നാസ 4 ദിവസം വാടകയ്ക്ക് എടുക്കും ഇവരെയൊക്കെ. ആഹാരം, വസ്ത്രം, അലമാരയ്ക്കകത്തുള്ള അടിവസ്ത്രം വരെ ഇവന്മാർ ഒരേ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യണം. എന്താണെന്ന് ചോദിക്കരുത്, എന്തോ കുടലുകലേക്ക് ആഹാര സാധനമാണെന്നുള്ള മനസ്സിലായല്ലോ കണ്ടപ്പോ. അത്രയൊക്കെ അറിഞ്ഞാൽ മതി. അതിലേക്കുള്ള അറിയാത്തതാണ് ആമാശത്തിനും ആസനത്തിനും നല്ലത്. ഈ ഉണ്ടാക്കണ യവന്മാരൊക്കെ തിന്നുന്നാണെന്ന് നിങ്ങളെ വിചാരം. യവന്മാർ തിന്നിയൊന്നുമില്ല, യവന്മാർ ഉണങ്ങി ഒറാങ്കൂട്ടാനൊക്കെ ഇരിക്കും തിന്നണം. ഭായ് ലോഗോം കാ ഫാദർലെസ് ബിഹേവിയർ ഭയാനകം ഹേ, പറയാതിരിക്കാനും വയ്യ. കൂട്ടുകാരെ, ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് എനിക്ക് അയച്ചിരുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇതൊരു ബംഗ്ലാദേശി ഉണ്ടാക്കലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അൺഹൈജീനിക് ആഹാരത്തിന് ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോവാൻ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലത്തെ രാജ്യങ്ങൾ തമ്മിൽ അടിയായിരിക്കും. ഇതെന്തോന്ന് സാധനം? ഫ്രൈഡ് മിൽക്ക് ആണ്. അവരുടെ നാട്ടിലെ കള്ളപ്പോയിരിക്കും ഇത്. പല സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കണ വീഡിയോസ് എടുത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ക്രീപ്പിയസ്റ്റ് ക്ലിപ്സ് ഓഫ് ടുഡേ എന്നും പറഞ്ഞ് CD ആക്കി വിൽക്കാം. ഇതിൽ നിന്ന് ഒരു അപ്പം കപ്പിയ കോപ്പ അമേരിക്കയുടെ കപ്പ് മുക്കി കൊടലിൽ നിന്ന് ഇറങ്ങി വരും. ചെമ്പ് തൊട്ടിയിൽ തകര ചട്ടിയിൽ ആര ചാക്കാലെടുക്കാൻ ഉണ്ടാക്കി കൊടുക്കണം. എന്തോ മൂക്കാൻ വേണ്ടി പൊട്ടിയനെ. ഓ അല്ല, മൂപ്പര സ്റ്റൈലായിരുന്നു കേട്ടാ. സ്റ്റൈൽ കണ്ട രജനീകാന്ത് രാജ്യം വിടും. ജീവിക്കാൻ വേണ്ടിയില്ലേ പാവം എന്തെങ്കിലും കാണിക്കട്ടെ. ഇവിടെ നമ്മള് അധപ്പതനം ജനകീയ ജൂജന്മാർ കാണാൻ ജന്മന അനുഭവിക്കണം. ഇതെന്തോന്ന് എന്റെ പാൻഡലൂൺ കരിഷ്മാരെ ഇത് കണ്ട് കറപ്റ്റായി. ഒരുമിച്ച് ഇത്രയും മൊണ്ണകൾ വട്ടം കൂടി ഇരുന്ന് മുണ്ണത്തരം കാണിക്കുക എന്നുള്ളത് സാധ്യത കുറവാണ്. അപ്പൊ ഇതിൽ നമ്മുടെ അഗ്രകണ്യത്തിന് മനസ്സിലാവാത്ത എന്തോ വ്യവഹാരം നടക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത ഇനി പാത്രം വർത്താനം പറയാൻ പഠിക്കോ? ഇനി ഉമരത്തി കൊണ്ട് ചെടിച്ചട്ടിയിൽ മുക്കി വെച്ച് പാത്രത്തിനെ വളർത്തിയെടുക്കോ? കണ്ണാടി പാത്രം ഉണ്ടല്ല, എണ്ണമയം പോകാനായിരിക്കും ചിലപ്പം കേട്ടാ. നിങ്ങൾ ഇനി കുളിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണോ ചെയ്യണേ? പലതരത്തിലുള്ള പൈശാചിക പ്രവൃത്തികളും കണ്ടിട്ടുണ്ട്. ഇത് ഒരുതരം പ്രത്യേക പൈതഗോറസ് പ്രവൃത്തിയായി പോയല്ലേ ചേച്ചി. ആ വായിനും തുപ്പിക്കളഞ്ഞത് ഇതിന്റെ കൂടെ കൊടുക്കാൻ വെച്ചേക്കണ ഷെസ്വാൻ ചട്നി ആയിരിക്കും അല്ലേ? ആ പഞ്ചായത്തിലെ പൊട്ടകളറും ചേച്ചിയുടെ പരമഹംസവായും ഒരേ പെറ്റ വയറിന്റെ പ്രോഡക്റ്റ് ആണ്. ഇതിനെ ന്യായീകരിക്കാനും കുറെ നല്ല നാക്കുള്ള നാറ്റം വെച്ച നാറുകൾ വരും കമന്റ് ബോക്സിൽ. വായിൽ വളവില്ലായിരുന്നെങ്കിൽ ബാക്കി എല്ലാം കൊള്ളായിരുന്നു. കൂട്ടുകാരെ, ഇതാണ് ഫയർ പാൻ. അങ്ങനെ വിരള പൊന്നാന്റെ അന്നനാളം വഴി അടുക്കള വരെ തൊട്ടിട്ടാണ് വന്ന. തീർച്ചയായും ഞാനത് ഉറപ്പിച്ച് തറപ്പിച്ച് പറയണം. ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്സ് ആർ സ്ട്രിക്ട്ലി 18+. ആ വായിൽ തള്ളിക്കയറ്റുന്നവന്റെ വിരല് വാഷ് ചെയ്തത് ഏതോ വർഷകാല വിഷുവിനാണ്. കാട്ട് റമ്മും കുടിച്ച് ക്ലോസറ്റ് വായും തുറന്ന് തിന്നാൻ പോകരുത്. വാ കത്തി വാക്കസ്ഥായി പോവും. ആരംഭ ബിന്ദുവിലും അവസാന ബിന്ദുവിലും ഒരുപോലെ അഗ്നി അവതരിപ്പിക്കാൻ ഇന്ത്യൻ സക്കീർ ബായിക്കൾക്ക് മാത്രമേ പറ്റൂ. എടോ പാവി, പാവം പകല് പല്ലും തേച്ച് പള്ളിക്കൂടത്തിൽ പോവാൻ പാട്ടും കേട്ട് എന്ന പുൽച്ചാടിയെ കൂട്ടത്തോടെ പിടിച്ചോണ്ടൊന്ന് കറി വെച്ചടയവൻ. പുൽച്ചാടി തിന്ന പൈൽസ് പാൻക്രിയസ് വരുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിനക്ക് പൈൽസ് പല്ലിന്റെ ഇടയിൽ വരണ പന്നി. ഈ മാനവരാശി മാലോക മൂശിയെ പിടിച്ച് ബാക്കിയുള്ള ജീവികൾ പാതാളത്തിലോട്ട് പലായനം ചെയ്യാൻ 12 അടവും പയറ്റുന്നുണ്ട് ഇപ്പൊ. പല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ, കരിമുരയിരിക്കും തിന്നാനായിട്ട്. പച്ചക്കാള വീട്ടിൽ വന്ന പണം വരുന്നുള്ള പരദൂഷണം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പണ്ട്. അല്ല, അതവിടെ നിൽക്കട്ടെ, ഇതെന്ത് ത്രികൂടി? ഫിഫ വേൾഡ് കപ്പിൽ കരുതലായിട്ട് പോലും ഇത്രയും ബോൾസ് ഉണ്ടായിരുന്നായിരിക്കൂല. അത് വെറും ഫുട്ബോൾ, ഇത് ഫുൾ ബോള്. ഉറപ്പായിട്ട് ഇവന്റെ മുന്നിൽ കൂടെ ടെന്നീസ് ബോൾ പോലും ഉരുളൂലേ. ഭൂമി ഉരുണ്ടതാണെന്ന് ഇവന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഇവന്റെ മനസ്സിൽ പരന്നതായിട്ട് തന്നെ ഇരിക്കട്ടെ. വൃഷണ വികൃതൻ, വൈകല്യ വിരുദ്ധൻ, ഉണ്ടമണ്ടൻ, ഉണ്ണിക്കുട്ടൻ, ഉറിയാമ്പ്രൻ, ഊഞ്ഞാലാട്ടൻ, ഇതെല്ലാം ഇവന്റെ ഇരട്ടപ്പേരാണ്. ഉണ്ട പോയതുപോലെ അറിയാതെ ഉണ്ട തപ്പി ഊര് തേണ്ടി ഉടമസ്ഥർ ഇപ്പൊ നടക്കുകയാണ്. വൃഷണം കൊണ്ട് ജെല്ലി ഉണ്ടാക്കി കഴിച്ച് രസിക്കുന്നതാ വ്യത്യസ്ത വട്ട. തനിക്കൊരു ലേശം ലജ്ജ തോന്നുന്നില്ലേടോ? തനിക്കില്ലയുടെ തത്സമയം താഴെ പ്രവർത്തിക്കുന്ന താഴാമ്പരം. അത് 1, 2 ഒരു അണ്ടാവും നിറച്ച്.